ചില ദിവസങ്ങളിൽ ഓരോ തോന്നലാണ് കേട്ടോ എന്തെങ്കിലുമൊക്കെ മധുരം കഴിക്കാനായിട്ട്. അങ്ങനത്തെ ഒരു ദിവസമാണെന്ന്. അപ്പൊ ഇന്ന് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാന്ന് വിചാരിച്ചു. എന്തായാലും കുട്ടികൾ സ്കൂളിൽ വരുമ്പോഴേക്കും എന്തെങ്കിലുമൊക്കെ കടികൾ ഉണ്ടാക്കണം, ഒരു തട്ടിക്കൂട്ട് കടിയൊക്കെ. അങ്ങനെ ഇന്ന് എന്തായാലും ഒരു കുക്കറപ്പം ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ട് ഇനിയുള്ള മാവൊക്കെ സെറ്റാക്കി ഞാൻ അത് കുക്കർക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കുക്കറപ്പം ഞാൻ ഇവിടുത്തെ വീട്ടിൽ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. മാളിക്കുന്ത വീട്ടിൽ അതുപോലെ തന്നെ തറവാട്ടിലൊക്കെ പോകുമ്പോൾ ഉണ്ടാക്കാറുണ്ട് എന്നല്ലാതെ, പക്ഷെ ഇവിടെ ഇതുവരെ ഉണ്ടാക്കി. അതുകൊണ്ട് തന്നെ ചെറിയൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, അത് കൊളാവോ അതോ ശരിയാവോ എന്നുള്ളത്. പിന്നെ അതാ ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞിട്ടേ ഞാൻ കുക്കർ തുറന്ന് നോക്കിയപ്പോൾ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ആ ഒരു സന്തോഷം അധികം നേരം നിന്നില്ല കേട്ടോ. കുക്കർ എന്നെ ചതിച്ചു. എന്താ സംഭവിച്ചെന്ന് എനിക്കും അറിയില്ല. കുക്കറിന്റെ കുഴപ്പമാണ് അത് മാവിന്റെ കുഴപ്പമാണെന്ന് അറിയില്ല. അപ്പൊ എന്തെന്നെ നോക്കിയിട്ടു കുക്കറിന്ന് വിട്ടു പോരുന്നുണ്ടായിരുന്നില്ല. ഞാൻ അവിടെ കടന്നിട്ട് കുക്കറിനോട് നല്ല മല്ലടലായിരുന്നു കേട്ടോ. പഠിച്ച പണി 18 നോക്കിയിട്ടും എവിടെ എത്രയാ അപ്പം ഇളകണന്നുണ്ടായിരുന്നു. എന്താ ചെയ്യാന്ന് ആലോചിച്ചിട്ട് ഇരുന്നിട്ടൊന്നും കാര്യമല്ല. എങ്ങനെ കിട്ടണ അങ്ങനെ അങ്ങോട്ട് എടുക്കാനേ. ലാസ്റ്റ് ഞാനിത് എങ്ങനെ പോയിരുന്നത് നോക്കി. പിന്നെ ചട്ടകം കൊണ്ട് അങ്ങോട്ട് വിറകി അങ്ങോട്ട് എടുത്തു. അല്ലാതെ എന്താ ചെയ്യാ. മക്കൾ വന്നപ്പോ ഇങ്ങനെ നല്ല മോഡലില്ല കുക്കറപ്പൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. ഓല് തറവാട്ടിന്ന് ആബികളുടെ കയ്യിലേ നല്ല ചിക്കന്റെ പൊക്കവടയൊക്കെ കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഓല് വന്നിട്ടുണ്ടായിരുന്നത്. ഈ ഒരു സാധനം കയ്യിൽ കിട്ടിയപ്പോഴേ കുക്കറപ്പം കൊളായതിന്റെ സങ്കടമൊക്കെ അങ്ങോട്ട് മാറി. നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഈ ഒരു ചിക്കൻ പൊക്കവട കഴിക്കാൻ വേണ്ടിട്ട്. സത്യം പറഞ്ഞത് ചിക്കൻ പൊക്കവട അല്ല, ചിക്കൻ ജില്ലയുടെ പോലെ തന്നെയാണ്. നല്ല അടിപൊളി. എന്തായാലും ചായയൊക്കെ കുടിച്ചിട്ട് പിന്നെ ഞങ്ങൾ എല്ലാവരും പാടെ ഈ വാർപ്പിന്റെ മേലൊക്കെ ഒന്ന് കയറിയിട്ടുണ്ടായിരുന്നു. അവിടെയാണെങ്കിൽ റബ്ബറിന്റെ ഇല വീണിട്ട് ഇങ്ങോട്ട് ആകെ വൃത്തികേടായിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് അടിച്ചു വരാൻ വേണ്ടിട്ട് മക്കളെ കിട്ടുമ്പോഴേ ഞാനിത് അടിച്ചു വരുള്ളൂ. ഇടക്കിടക്കൊക്കെ അടിച്ചു വരാനാണ്. എന്നാലും റബ്ബറിന്റെ ഇല ഒരുപാട് മഴ ഇല്ലാത്ത ഒരു ടൈമിലാണ് ഇത് അടിച്ചു വരാൻ പറ്റുള്ളൂ. അങ്ങനെ അതും അടിച്ചു വാരിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രേ ഉള്ളൂ ഈ ഒരു വീഡിയോ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ടാറ്റാ.